വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ആവണി സ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ രാവിലെ കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതുകൊണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട്. അതേപോലെ തന്നെ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അതേപോലെ നോക്കിയാൽ നമുക്ക് ആ ഒരു തണുപ്പിൻ്റെ എഫക്റ്റ് നമ്മുടെ ഈ ഒരു ചെടികളിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാണുന്ന ഫുള്ള് നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളാണ്. അപ്പോൾ തൈകളെന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ തന്നെ വിളവ് നമ്മൾ ഈ ഒരു അതായത് കഴിഞ്ഞൊരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഒരു നല്ലൊരു വിളവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമുളക്. അതേപോലെ തന്നെ അടുത്തൊരു വിളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ. കാരണം നോക്കി ഈ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുമല്ലോ. അപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ അത്യാവശ്യം എല്ലാ പച്ചമുളകും നമ്മൾ ഇവിടെ തന്നെയാണ് പൊട്ടിക്കാൻ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങിയിട്ട്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റി നമുക്ക് ഇത്രയും ലോങ് അങ്ങനെ ഫുള്ള് നട്ടോട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആ ഒരു മഞ്ഞുള്ളികളൊക്കെ നിറച്ചിങ്ങനെ കിടക്കുക കേട്ടോ. നോക്കി ആ ഒരു തണുപ്പും മൊത്തത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുലുക്കുമ്പോഴത്തേനും ഒരു മഴത്തുള്ളികൾ ഇങ്ങനെ അടിക്കൂടെ വീഴുന്ന രീതിയിലാട്ടോ ആ ഒരു മഞ്ഞുള്ളികളുടെ ആ ഒരു ഇത് താഴേക്ക് വീഴുന്നത്. അതേപോലെ നല്ല തണുപ്പുണ്ട് ചെടികൾക്കായാലും. മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴത്തേന് നല്ലൊരു തണുപ്പാട്ടോ. അപ്പോൾ നമുക്ക് പുലർച്ചെ ആകുമ്പോഴത്തേനൊക്കെ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഒരു 3-4 മഴ നല്ല രീതിയിൽ തന്നെ കിട്ടും കൂടി ചെയ്തല്ലോ. അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ കിട്ടും. എന്തായാലും നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ ഒരു 3-4 മഴ കിട്ടും. പിന്നെ പ്രകൃതിയൊക്കെ നല്ല രീതിയിൽ തന്നെ തണുത്തു. കാരണം ഒരു ചൂടെന്ന് പറയുമ്പോൾ നന്നായിട്ട് ചുറ്റിട്ട് മണ്ണൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിണ്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ല ചൂട് കൂടിയൊരു ടൈമിലൊക്കെ എന്തായാലും അതിനൊക്കെ വല്ലാത്തൊരു ആശ്വാസമായി തന്നെ പറയണം. എന്തായാലും നല്ലൊരു കൂളിങ്ങൊക്കെയാണ്. അതേപോലെ തന്നെ കിളികളുടെ സൗണ്ട് നമുക്ക് എന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് അത് പിന്നെ പറയേണ്ട ആവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ രാവിലെ വൈകുന്നേരം ആട്ടോ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഉണ്ടാക്കണം. എന്തായാലും ഒരുപാട് കിളികളും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തൊട്ട് പുറകിലായിട്ട് കണ്ടോ ഒരു ബ്ലൂ കളറിലുള്ള ഈ ഒരു ഫ്ലവർ. അപ്പോൾ സംഭവം അത്ര നിസ്സാരക്കാരൊന്നുമല്ല കേട്ടോ, ഒരുപാട് ഗുണങ്ങളുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിലായിട്ടൊരു വീഡിയോ കിടക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ എന്നാലും കാണാത്ത കൂട്ടുകാരെ ജസ്റ്റ് ഒന്ന് കണ്ടോക്ക് നോക്കി നിറച്ചിട്ട് നോക്കി ഇടയിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് സ്കിന്നിട്ട് നമുക്ക് ഉള്ളിലേക്കുള്ള എത്രത്തോളം കാണാൻ വേണ്ടി പറ്റുമെന്ന് പറയില്ല. അപ്പോൾ നോക്കി ഇലകളുടെ ആ ഉള്ളിൽ കൂടെ ഇങ്ങനെ നിറച്ച് നിൽക്കും കേട്ടോ. അതേപോലെ നോക്കി ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡബിൾ ഷെയ്ഡും കൂടി ഉണ്ടല്ലോ. നോക്കി പുറത്ത് മൊത്തം ഒരു ബ്ലാക്കും അതേപോലെ തന്നെ ആ ഒരു ഉള്ളിൽ സെൻറ്ററിലായിട്ട് നോക്കി ചെറിയൊരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ ആട്ടോ. കുറേ പേർക്ക് അറിയാം, കാരണം ഒരുപാട് ബെനിഫിറ്റ്, കാരണം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം അത്രത്തോളം ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒത്തിരി പേർക്ക് ഇതിനെപ്പറ്റി അറിയണ്ടോ. എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മുടെ ശംഖുപുഷ്പം ആട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ 2 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ടോ നമ്മുടെ അടുത്തൊരു കൗങ്ങിലായിട്ട്, അത് നമ്മുടെ വൈറ്റ് ആട്ടോ, അതായത് ശംഖുപുഷ്പത്തിൻ്റെ വൈറ്റ് വെറൈറ്റി. അപ്പോൾ അതിൽ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. പൂക്കൾ പോയിട്ട് നോക്കിയത് നിറച്ച് കൂടി ഒരു കായ്കളും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് തന്നെ നിന്ന് ഉണങ്ങിയതാട്ടോ. നന്നായിട്ട് മൂത്ത് കൊണ്ട് നോക്കി സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. നന്നായിട്ട് കിളിങ്ങുന്നുണ്ട് കേട്ടോ. കായ അത്രത്തോളം മൂത്ത് ഉണങ്ങിയിട്ട്. അപ്പോൾ നമുക്കിന്ന് ഡയറക്റ്റ് നട്ടു കൊടുക്കാവുന്നേ കേട്ടോ. അപ്പോൾ മണ്ണിലോ അല്ലാതെ നമുക്ക് ഗ്രോ ബാഗിലോ ഏതിലോ ആണെങ്കിൽ നമുക്ക് നട്ടു കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറിയൊരു കെയറിങ് കൊടുത്താൽ തന്നെ നമുക്ക് നിറച്ചുണ്ടാവും. അതുപോലെ തന്നെ പൂത്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഡെയിലി പൂവായിരിക്കും. ആദ്യം കുറച്ച് പൂവായിരിക്കും. പിന്നെ നമുക്ക് ഡെയിലി ഒരു 10-30 പൂവിൻ്റെ മേളുണ്ടാവും ഡെയിലി. ഇപ്പം തന്നെ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ 30 ആയില്ല കേട്ടോ, അതിൽ കൂടുതൽ പൂവുണ്ട്. കാരണം കുറച്ചുകൂടി ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഹൈറ്റിലൊക്കെ പൂവുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റിലാക്കി നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ അത് നോക്കി ഇതിപ്പോൾ എടുക്കാം. നമ്മളെ കുറച്ച് പൂ ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി നമ്മൾ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ കാര്യം പറഞ്ഞത് ആൾ തന്നെ നീച്ചിട്ട് കുറച്ച് നേരമായിട്ട്. അപ്പോൾ നമ്മൾ നീച്ചപ്പോൾ തന്നെ നേരത്തെ തന്നെ നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഉണക്കിയത് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ വെയിൽ നമ്മളിപ്പോൾ ഉണക്കാൻ വെച്ചതിന് ശേഷം വലിയ വെയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 3-4 ദിവസമായിട്ട് മഴയുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മഴയുടെ എഫക്റ്റ് നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇതുപോലെ ഉണക്കിയൊക്കെ വെക്കുന്ന ഒരു ടൈമിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാനൊക്കെ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ നല്ല ഇതിനെ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും കൂടി പറ്റും. കാരണം ചിലപ്പോൾ ഇത് ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് അയച്ചു കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നൊക്കെ നമുക്ക് ഇതുപോലെ ഉണക്കി സ്റ്റോർ ചെയ്തിട്ട് ഒരുപാട് നാൾ ഇതുപോലെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഈ ഒരു ലുക്ക് പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളാട്ടോ. കാരണം നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും മൊത്തത്തിൽ നമ്മുടെ മുഖ സൗന്ദര്യത്തിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഇതുപോലെ 2 വെറൈറ്റി ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 നമ്മൾ ഏകദേശം ഒരേ ഹൈറ്റിലാട്ടോ. അപ്പോൾ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുമ്പോൾ നോക്കിയപ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും 2 ഏകദേശം ഓൾമോസ്റ്റ് ഒരേ ഹൈറ്റ് തന്നെയല്ല. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ആയാലും നമുക്ക് കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസമാണ്. ചെറിയ ഇലകളാണ് നിറച്ചുള്ളത്. അതുപോലെ തന്നെ വള്ളി പോലെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഒരു ഹൈറ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒതുക്കി നമുക്ക് എത്രത്തോളം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു ലെവലിലാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് നമ്മൾ നട്ടു കൊടുത്തിട്ട് നമ്മുടെ മുരിക്കിലാട്ടോ. അതേപോലെ തന്നെ അടുത്തത് നമ്മുടെ കൗങ്ങിലാട്ടോ. അത് വെള്ളയിലായാലും നിറച്ച് കിട്ടും, അടിയിൽ കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇട്ട് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആ ഒരു മണ്ണിലേക്ക് മുട്ടുന്ന രീതിയിലൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതൊരു താഴെ കേട്ടോ മുട്ടി കിടക്കുവാണ്. വൈറ്റ് ഫുള്ള് വൈറ്റ്. അതുപോലെ തന്നെ സെൻറ്ററിൽ എപ്പോഴും 2 ചെറിയ ഇതിലൊരു മഞ്ഞ ഒരു യെല്ലോ കളർ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്.
അപ്പോൾ കയ്യിലുള്ള ഈ ഒരു വൈറ്റിലും അതേപോലെ തന്നെ ബ്ലൂവിലും നിറച്ച് മുട്ടുകളും അതുപോലെ തന്നെ നിറച്ച് പൂക്കളും അതേപോലെ നിറച്ച് ഇതുപോലെ വിത്തുകൾ ഉണ്ട്. നന്നായിട്ട് ഇതിൽ തന്നെ മൂത്ത് ഉണങ്ങിയിട്ടുള്ള അപ്പോൾ നമുക്ക് നട്ടുകൊടുക്കാൻ പാകത്തിലുള്ള വിത്തുകളാണ്. അപ്പോൾ വിത്തുകളൊക്കെ നമുക്ക് പറിക്കുമ്പോൾ കറക്റ്റ് നോക്കി ഒരു പയറിൻ്റെ ഒരു ടെക്സ്ചറിലാട്ടോ ഇത് വന്നിട്ടുള്ളത്. പയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നീളം ഉണ്ടാവും, പക്ഷെ ഇത് ചെറിയ പൂക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലാട്ടോ വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പയറൊക്കെ ഇരിക്കില്ല, ആ ഒരു രീതി തന്നെ ആട്ടോ ഇതായാലും ഇരിക്കുന്നത്. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കിലുങ്ങുന്നുണ്ട് കേട്ടോ. നോക്കിയതാ നല്ല ബ്ലാക്ക് കളറായി തുടങ്ങി. നന്നായിട്ട് മൂത്ത് വിളഞ്ഞ വിത്തുകളാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെടിയിൽ തന്നെ നിന്ന് ഇത് ഈ ഒരു രീതിയിലാവും കേട്ടോ. നന്നായിട്ട് മൂത്താണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നല്ല മഴയൊക്കെ കിട്ടുന്ന ടൈമിലൊക്കെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കേട്ടോ പൊട്ടി കിളിർത്ത് വരിക. നടാൻ കൊണ്ടുപോകണോ? നട്ടോ നിറച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വിത്ത്, രണ്ടിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതും കിളിങ്ങുന്നുണ്ട് നന്നായിട്ട് തന്നെ, നല്ല രീതിയിൽ കിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രത്തോളം നമുക്കിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിളിങ്ങുന്നതുകൊണ്ട് തന്നെ നട്ടു കൊടുത്താൽ അത്രത്തോളം നല്ല അടിപൊളിയായിട്ട് തന്നെ പിടിക്കും കേട്ടോ. കാരണം ഇവിടെ ചെടിയിൽ തന്നെ നിന്നാലും സൂര്യപ്രകാശമൊക്കെ ഏറ്റിട്ട് അങ്ങനെ ഉണങ്ങി തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ നോക്കി ഒരു കേടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്ത് വരുന്നതാണ് ഈ ഒരു സൈസിൽ ഈ ഒരു കളറിൽ. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ ഈ ഒരു റോ ഫുള്ളായിട്ട് നമ്മുടെ ഗാർഡനാട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഫുള്ള് നീളത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബോഗൻവില്ലയുടെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ഗാർഡനിൽ വരുത്തിയിട്ട്, കാരണം ബോഗൻവില്ലയുടെ പ്ലാന്റ്സ് ഒക്കെ ആദ്യം ഇരുന്ന് നമ്മുടെ ടെറസിൻ്റെ മേളിലായിരുന്നു. അപ്പോൾ ടെറസിൻ്റെ മേളിൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ ഈ ഒരു മഴയ്ക്ക് ശേഷമാണ് നമുക്ക് സത്യമായ പ്രകൃതിയൊക്കെ ഒന്ന് തണുത്തത്. അതിന് മുന്നെന്ന് പറയുമ്പോൾ നല്ല ചൂടും നല്ല പൊള്ളുന്ന വെയിലൊക്കെ ആയിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡെയിലി നനച്ചാൽ പോലും നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും ചെടിയൊക്കെ എത്രത്തോളം നനച്ചു കൊടുത്താൽ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് നന്നായിട്ട് ഉണങ്ങി തൂങ്ങുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഒരു സിറ്റ് ഔട്ട് ഒരു സൈഡിൽ കൂടി ആട്ടോ സെറ്റ് ചെയ്തിട്ടായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ ഒരു കുറച്ച് ഡേയ്സും കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു പൂക്കളൊക്കെ ആയാലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊഴിയാനും പോലെ തന്നെ ഇലകളൊക്കെ കുറച്ചൊന്ന് കൊഴിഞ്ഞ് ഇളക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു 3-4 മഴ കൂടി കിട്ടിയപ്പോഴത്തേക്കും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ നനച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബോഗൻവില്ലയുടെ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. സൂര്യപ്രകാശമാണ് കൂടുതലും വേണ്ടത്, പക്ഷേ ഒരുപാട് സൂര്യപ്രകാശം ആയാലും പാടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്തൊരു ക്ലൈമറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോഗൻവില്ല നന്നായിട്ട് ഫ്ലവറിംഗ് ഒക്കെ വരാനൊക്കെ. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ നേരത്തെ അപേക്ഷിച്ച് ഫ്ലവറിംഗ് ഒക്കെ കുറവാണ്. അത് വേറെ നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത് വിട്ടിട്ടല്ലേ ഉള്ളൂ. എന്നാലും ഇനിയിപ്പോൾ കുറച്ച് ഡേയ്സും കൂടി കഴിയുമ്പോൾ നിറച്ച് പൂക്കളാവും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഇതാ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വേറെ വെറൈറ്റി ചെടികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് നോക്കി ഒരുപാട് നമുക്കിപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ആ ഒരു മഞ്ഞ ജമന്തി നന്നായിട്ട് പൊട്ടി കിളിർത്ത് ഒരുപാട് മുട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മഴയ്ക്ക് ശേഷം അടുത്തത് ഇത്രയും നല്ല അടിപൊളിയായിട്ട് പൊട്ടി കിളിർത്തുള്ളൂ. നോക്കി ഒരു വട്ടം വീശിലിപ്പോൾ ഒരു ചെടിയല്ല കേട്ടോ, ഒരുപാട് ചെടികൾ കൂട്ടമായിട്ട് നിറച്ച് ഇവിടെ തന്നെ ഉണ്ടായിട്ട് അങ്ങനെ പൊട്ടി മുളച്ചിട്ട് ഒരുപാട് ചെടികൾ വിത്ത് വീണിട്ട് അങ്ങനെ ഉണ്ടാകത്തില്ല തന്നെയാണ്. അപ്പോൾ നിറച്ച് ചെടികളാണ്. അതുപോലെ തന്നെ ഒത്തിരി മുട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഏതാ നോക്കി ചെറിയ മുട്ടുകളാട്ടോ ഇതിലേക്ക് ആയാലും. ഇതിലേക്ക് 2 ദിവസം കൊണ്ട് വിരിയാനുള്ള മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളൊക്കെ ആയിട്ട് നല്ല നിറച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പല സൈസിലുള്ള പൂക്കൾ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചിലത് നോക്കി ആ ഒരു മുട്ടിൽ നിന്ന് ഇങ്ങനെ പൂവായിട്ട് ഇങ്ങനെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ചിലതാണെങ്കിൽ കുറച്ചൊന്ന് വിരിഞ്ഞിട്ട് നന്നായിട്ട് വിരിഞ്ഞ പൂക്കൾ ഇപ്പോൾ ഇതിൽ കുറവാട്ടോ. കാരണം ഇത് അത്യാവശ്യം സൈസ് വയ്ക്കുന്ന ഒരു പൂക്കളും കൂടിയാണ്. 2 വെറൈറ്റി ഇനം ജമന്തിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ അത് നല്ല വെള്ള കളറുള്ള, അപ്പോൾ നല്ല വെള്ള കളറാണ്. അത്ര നമ്മൾ കടും കളറായതുകൊണ്ട് നമുക്ക് നല്ല സൈസും കൂടെ ഉണ്ട്. പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടി. മാത്രമല്ല നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വെള്ള മയം തന്നെ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഒരു മഞ്ഞയായിരുന്നു നല്ല കടും കളറാട്ടോ രണ്ടും ഉള്ളത്. നമ്മുടെ ഒരു ജമന്തിയുടെ ചോളയ്ക്ക് നമുക്ക് ആദ്യമൊക്കെ പിടിച്ച് വിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം എത്രത്തോളം നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി നോക്കിയാലും ചിലതൊന്നും ഒന്ന് സെറ്റായി വരും, പിന്നെ അതങ്ങ് ഉണങ്ങി പോകുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ നാശമായി പോകുമായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പം എന്തായാലും നല്ല സെറ്റായിട്ട് തന്നെ ഒരു 5-6 ചൂട് നമുക്ക് രണ്ടിൻ്റെയും പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും അതിൽ നിന്ന് ചെറിയ ചെടികളൊക്കെ ഇപ്പോൾ മുളച്ച് വന്നിട്ട് ഇപ്പോൾ അടി കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ ഉണ്ടായി വന്നിട്ട് നമുക്ക് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നോക്കിയിട്ട് പറിച്ച് നടുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഇതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ആണെങ്കിൽ നമ്മുടെ ജമന്തിയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു റെഡ് കളറിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ഈ ഒരു കൊണ്ട പോലെയാണ് നമ്മുടെ ഒരു തെച്ചിയുടെ ഫ്ലവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ താഴേക്ക് ഇപ്പോൾ മണ്ണിൽ മുട്ടിയിട്ടൊക്കെ ആട്ടോ പൂക്കൾ ഉണ്ടായിരുന്നു. നോക്കി ആ ഒരു താഴത്തെ ആ ഒരു കമ്പിൽ വരെ നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടായിട്ട്. അപ്പോൾ ഈ ഒരു തെച്ചിയുടെ കാര്യം പറഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടു. ഒരു തെച്ചിയുടെ ഒരു കമ്പ് നമ്മളിവിടെ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിപ്പോൾ ഇപ്പോഴായാലും നമുക്ക് തെച്ചിയുടെ കമ്പ് ഒരുപാടൊന്നും ഇവിടെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു 2-3 ചുവടേക്ക് നമുക്ക് ഇപ്പോൾ ഉള്ളൂ. കാരണം നമ്മൾ അതായാലും
എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ജമന്തിനെക്കാളും ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു തെച്ചിയുടെ ഒരു കമ്പികൾ നമ്മളിവിടെ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, 3 കമ്പ് നമ്മളിവിടെ നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിടിപ്പിച്ചെടുത്തതിന് ശേഷം നോക്കി നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രോത്തും വന്നിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ നന്നായിട്ട് ആട്ടുംകാശം ചാണകപ്പൊടി എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വളക്കൂറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ പെട്ടെന്ന് വളർന്ന് കയറുന്നുണ്ട്. മാത്രമല്ല നോക്കി ആ ഒരു ഉണ്ടായതിനു ശേഷം പിന്നെ നമുക്കൊരു ഏറ്റവും താഴത്തെ ഒരു കമ്പ് വേണ്ട, ആ ഒരു കമ്പിൽ വരെ നോക്കി നല്ല രീതിയിലാട്ടോ അത് ഉണ്ടായി വന്നിട്ടുള്ളത്. ആ ഒരു മണ്ണിലിങ്ങനെ മുട്ടിയാണ് നിൽക്കുന്നത്. ഇതാ ഇതും അതേപോലെ തന്നെ തൊട്ട് താഴെ കിട്ടും. അതാണ് ഇതാ നമ്മുടെ ആ ഒരു ജമന്തിയുടെ നേരെ ഉള്ളിലേക്കാട്ടോ കയറില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തം നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് ഫുള്ള് ഇപ്പോൾ നിറച്ചിങ്ങനെ നമ്മുടെ ഓരോ വെറൈറ്റിയിലും ചെടികളൊക്കെ ആയിരിക്കും നിറഞ്ഞ് നിൽക്കട്ടോ. അതേപോലെ നമ്മൾ കാണിച്ചുള്ള ആ ഒരു തെച്ചില്ല. അപ്പോൾ ആ ഒരു തെച്ച് നല്ല കടും കളറാട്ടോ. അപ്പോൾ തന്നെ വിരിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു ഉണ്ട തന്നെ മതി, നമുക്ക് ഒരുപാട് പൂക്കൾ അതിൽ നിന്നുണ്ടാകും. പിന്നെ അതാ തൊട്ടടുത്തായിട്ടുള്ളത് ഇതാ നമ്മുടെ തുളസി ആട്ടോ. അപ്പോൾ ഈ ഒരു തുളസിയുടെ ഒരു 5-6 ചോടുണ്ട് ഇവിടെ നമുക്കിതാ. ഇവിടേക്ക് എല്ലാ ചെറിയ തുളസിയുടെ തൈകളൊക്കെ ഇതാ മുളച്ചിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ മഴയ്ക്ക് ശേഷം നന്നായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ എല്ലാ തുളസിയുടെ തൈകളൊക്കെ ആയാലും. അപ്പോൾ തുളസി തെച്ചി നമുക്ക് എപ്പോഴും നമ്മുടെ അമ്പലത്തിലുള്ള ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് ഒരുപാട് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇവിടത്തേതിനെക്കാട്ടും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ തുളസിയും അതേപോലെ തന്നെ നമ്മുടെ ഒരു തെച്ചിയൊക്കെ നട്ടു കൊടുത്തത് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടി അടപ്പം നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അറിയുന്നത്. അപ്പോൾ അവിടെ ആയാലും ഒരു വെറൈറ്റിനും തെച്ചൊന്നും അല്ല, ഒരു 3-4 വെറൈറ്റിനും തെച്ചിയൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ തെച്ചി എന്തായാലും നല്ല സെറ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ തുളസിയൊക്കെ ഒന്നിപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടാനായിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ സൈഡൊക്കെ നോക്കി ഒരു ഭാഗമാണ് ഒരു കതിരൊക്കെ വന്നിട്ടുള്ളത്, ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വിടപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം പഴക്കരുത്. എനിക്ക് തോന്നുന്നൊരു 2 വർഷത്തിൻ്റെ മേളിലൊക്കെ ഇട്ടിട്ട് ഈ ഒരു തുളസിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രായം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ അതിന് കാണുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വെട്ടി പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാട്ടോ. എന്താണ് നമുക്ക് അതൊക്കെ വഴിയെ ചെയ്യാം. ഭാഗത്തായിരുന്നു നമ്മുടെ അടുത്തൊരു തെച്ചിക്ക് കിട്ടും. അപ്പോൾ അത് വളരെ ചെറിയൊരു കമ്പാണ്. അപ്പോൾ നോക്കി അതിലായിരുന്നു നോക്കി 2 ചൂടായിട്ട്, അതായത് 2 കമ്പിലായിട്ട് നന്നായിട്ട് തന്നെ പൂക്കളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതാ തൊട്ടടുത്തായിട്ട് ഇത് നോക്കി ഇതൊരു വെറൈറ്റി ഇനം റോസാട്ടോ. അപ്പോൾ നോക്കി ചെറിയ റോസാട്ടോ. അത്രത്തോളം ഒരു ചെറിയ പൂക്കളാണ്. അപ്പോൾ പക്ഷേ ചെറിയ പൂവ് ചെറുതാണെങ്കിൽ പോലും നിറച്ച് കൊല കുത്തി കായ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് നോക്കി ഒരു കൊലയായിട്ടാട്ടോ നിറച്ച് റോസാപ്പൂ ഉണ്ടായിട്ടുള്ളത്. നോക്കി ചെറിയ പൂക്കളോട് അതിനെ കാണാനൊരു പ്രത്യേക ലുക്കാണ്. നോക്കി ഒരു കൊലയൊന്നും കണ്ടോ നോക്കി ഇടയ്ക്കിടയ്ക്ക്. അതിപ്പോൾ കുറേ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ കൊഴിഞ്ഞു പോയില്ല. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാം. അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി പോയതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത പൂക്കൾ കൂടി ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ നോക്കി ചെറിയൊരു കമ്പത ഇത്ര തൊട്ടി ഒരു ചെടി, പക്ഷേ നോക്കി ചെടീനേക്കാളും വലുപ്പത്തിലാട്ടോ പൂക്കളൊക്കെ വന്നിട്ടുള്ളത്. ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മുട്ടൊക്കെ ആയിട്ട് താഴേക്കൊക്കെ ആയിട്ട് പൂവിൻ്റെ കമ്പുകളിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു റോസ് മാത്രമല്ല കേട്ടോ, ഒരുപാടൊരു 5-8 വെറൈറ്റി റോസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഊട്ടി റോസ് അതേപോലെ തന്നെ ഇത് തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ വേറൊരു വെറൈറ്റി കുറച്ചുകൂടി സൈസ് കൂടുതൽ കേട്ടോ. അതേപോലെ തന്നെ മഴയ്ക്ക് ശേഷം മേളിലേക്ക് നോക്കി നന്നായിട്ട് നമ്മുടെ ഡാലിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഡാലിയുടെ അതിൽ ഒരു 2-3-4 വെറൈറ്റി ഒക്കെ ഉണ്ട്. നോക്കി ഇതിപ്പോൾ കുറച്ച് അധികം ദിവസങ്ങളായിട്ടുണ്ടായിട്ട്. അപ്പോൾ നോക്കി ഒരു ഡാലിയുടെ പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നോക്കി നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടേ. അവനിക്കുള്ളത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓരോ പരിപാടികളൊക്കെ കേട്ടോ. മുള്ള് പിന്നെ വള്ളി റോസ് അങ്ങനെ കുറച്ചുണ്ട്. അപ്പം എന്തായാലും എല്ലാ നമ്മുടെ ഗാർഡൻ്റെ വീഡിയോയും കൂടി ഒറ്റൊരു ഇതായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോയിട്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു 1/4 ഭാഗത്തോളം ആയിട്ടുള്ളൂ. അപ്പം എന്തായാലും ഇനി ഒരുപാട് ഹൈഡ്രാഞ്ചി അല്ലെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഇനി നമുക്ക് കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അതൊക്കെയായിരുന്നു നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ എന്ന് പറ എത്തുള്ളൂ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അവിടെ നോക്കി പറ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ടാറ്റ കൊടുത്തേ.